ഹായ് ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ നേരത്തെ എണീറ്റു, പക്ഷേ വീണ്ടും കിടന്നുറങ്ങി. നല്ല ക്ഷീണമായിരുന്നു ഇന്നലത്തെ അലച്ചിൽ കാരണം. ഏതായാലും ഇന്ന് ഞാൻ മോളിൽ പോകാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഫീനിക്സ് മാർക്കറ്റ് സിറ്റി ഉണ്ട്, അതൊന്ന് കണ്ടിരിക്കാം. പിന്നെ ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേനും കൊളാബ കോസ്വേ മാർക്കറ്റും കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇന്നിവിടെ രാവിലെ എനിക്ക് കോഫി കിട്ടി, അത് കഴിഞ്ഞിട്ട് ഇവിടെ ബ്രെഡ് ഓംലെറ്റ് ആണ്, അതിൻ്റെ കൂടെ ജാം ബട്ടറൊക്കെ വെച്ചിട്ടുണ്ട്. സുർമ ബ്രാൻഡിൻ്റെ ഒരു കോട്ടൺ കോഡ് സെറ്റാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. ക്യാബ് ഡ്രൈവറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നുകൊണ്ട് ഞാൻ ഛത്രപതി ശിവാജി ടെർമിനസ് വന്നപ്പോൾ ഞാൻ എടുക്കാൻ മറന്നുപോയി. ശരിക്കും വേറൊരു സിറ്റിയിലും കാണാത്ത അത്രയും വലിയ ബിൽഡിങ്സ് ആണ് മുംബൈയിൽ കാണാൻ പറ്റുന്നത്. ഞാൻ ചെന്നൈയിലോ ബാംഗ്ലൂരോ നല്ല കൊൽക്കട്ടയിലോ ഡൽഹിയിലോ എങ്ങും തന്നെ ഇങ്ങനത്തെ ബിൽഡിങ്സ് കണ്ടിട്ടേ ഇല്ല. മുംബൈ എനിക്ക് ശരിക്കും ഒരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഒരു സൈഡ് നോക്കിയാൽ വളരെ പാവപ്പെട്ട ആൾക്കാരും അതേപോലെ തന്നെ വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ലിവിങ് നമുക്ക് കാണാം. ഇവിടേക്ക് വീടുകളൊന്ന് റിനോവേറ്റ് ചെയ്യാൻ പോലും ബുദ്ധിമുട്ടാണ്, അത്രയും ഇടുങ്ങിയാണ് ഇരിക്കുന്നത്. അതും മുംബൈയുടെ ഒരു റിയാലിറ്റിയാണ്. ഇവിടുത്തെ ഫീനിക്സ് മാർക്കറ്റ് സിറ്റി അല്ല, ഫീനിക്സ് പലേഡിയം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ലക്ഷറി ബ്രാൻഡ്സ് ഒരുപാടുള്ളൊരു മോളാണ്. ഏതായാലും ഞാൻ ആദ്യം കയറി ചെന്നത് തന്നെ അങ്ങനത്തെ ഒരു വിങ്ങിലാണെന്ന് തോന്നുന്നു. ഞാൻ കയറിയപ്പോഴത്തേനും ആദ്യം സാറ കണ്ടു, പക്ഷേ അതിനൊത്ത് പാൻറ്റലൂൺസോ ലൈഫ് സ്റ്റൈലോ ഒന്നും കണ്ടതുമില്ല. ഇവിടെ കളിക്കാൻ വേണ്ടി എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടി. പിന്നെ കയറുമ്പോഴത്തേനും ഇങ്ങനത്തെ ബോർഡ്സിൽ ഇങ്ങനെ സ്റ്റോറിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വളരെയധികം ലക്ഷൂറിയസ് ആയിട്ടാണ് ഇത് പണിഞ്ഞു വെച്ചിരിക്കുന്നത്. ഒരുപാട് ഇൻറ്റീരിയർ ഡെക്കറേഷൻ ഇവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ചെന്നൈയിലൊന്നും ഇത്രയും ഡെക്കറേഷനും ഇത്രയും ആഡംബരമൊന്നും നമ്മൾ കണ്ടിട്ടില്ല. സാറയിലെ കളക്ഷൻ നല്ലതാണ്, പക്ഷേ എനിക്ക് സാറ അത്ര ഇഷ്ടമുള്ളൊരു ബ്രാൻഡല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങിയെന്നല്ലാതെ ഒന്നും വാങ്ങിക്കാൻ നോക്കിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ എനിക്ക് പറ്റിയ ഏതെങ്കിലും കടയുണ്ടോ എന്ന് നോക്കി പോയായിരുന്നു. കാണുന്നതൊക്കെ ഗൂച്ചി, ഡിയോർ, പിന്നെ അങ്ങനത്തെ ഭയങ്കര ഹൈ എൻഡ് ആയിട്ടുള്ള കടകളാണ്. അതിലൊന്നും നമുക്ക് ഈവൻ വിൻഡോ ഷോപ്പിങ്ങിന് പോലും അകത്ത് കയറാൻ പറ്റില്ല. പക്ഷേ നല്ല മിറേഴ്സൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ താഴോട്ട് ഇറങ്ങിപ്പോയി. എവിടെയാണ് എന്ത് കട എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഞാൻ തോന്നിയതുപോലെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുമായിരുന്നു ചെയ്തത്. ഏതായാലും വേറെ വിങ്സിൽ പോകുമ്പോഴത്തേനും ഇവിടെ സ്റ്റാർബക്സും യുണൈറ്റഡ് കളേഴ്സ് ഓഫ് ബെനറ്റൻ അങ്ങനത്തെ കടകളൊക്കെ കണ്ടു. പിന്നെ യൂണിക്ലോ കണ്ടു. അത് ആയിരുന്നു എൻ്റെ ഒരു അട്രാക്ഷൻ. ഓൾഡ് നേവി പോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഷോപ്പാണ് ഈ യൂണിക്ലോ. ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്, നമുക്ക് ഡെയിലി വെയറിന് പറ്റിയ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പക്ഷേ യു എസിലെ പോലെ അത്രയും വിലക്കുറവല്ല ഇന്ത്യയിലെ യൂണിക്ലോ. ഞാൻ എന്തായാലും ഒരു 6-7 പീസ് എടുത്ത് ട്രൈ ചെയ്തു. എന്നിട്ട് എനിക്ക് 2 ബോട്ടംസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ജീൻസും ഒരു പാൻസുമാണ് ഞാൻ വാങ്ങിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ബാത്റൂമിൽ പോകണം. ഈ പണക്കാരൊന്നും ബാത്റൂമിൽ പോകാറില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ ചെന്നൈയിലൊക്കെ എല്ലായിടത്തും ഉണ്ട് ബാത്റൂം, ഇവിടെ അങ്ങനെയല്ല. ഏതായാലും സെഫോറയിൽ കയറി ഞാൻ അവിടെ നിന്നും കുറച്ച് പൈസ ചിലവാക്കി ബാത്റൂമിൽ ചെന്നപ്പോൾ അവിടെയും ആഡംബരം. ഏതായാലും കഴിക്കാൻ വേണ്ടി ഞാൻ പഞ്ചാബ് ഗ്രില്ലിൽ പോകാമെന്ന് വിചാരിച്ചു. ചെന്നൈയിൽ ഞാൻ തിരിഞ്ഞു നോക്കാത്തൊരു റെസ്റ്റോറൻ്റാണ്, നല്ല എക്സ്പെൻസീവ് ആണെന്ന് അറിയാം, അതുകൊണ്ടാണ്. പക്ഷേ ഇവിടെ കയറിയപ്പോൾ ഞാൻ മെനു കണ്ട് ഞെട്ടിപ്പോയി. കാരണം ചെന്നൈയുടെ ഡബിൾ പ്രൈസാണ്. പിന്നെ അയാൾ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ട് പിന്നെ എങ്ങനെ എണീറ്റ് ഓടും എന്ന് വിചാരിച്ച് ഞാൻ രണ്ടും കൽപ്പിച്ച് അവിടെ ഇരുന്നു. പിന്നെ റോട്ടിയിലും റൈസിലും ഒക്കെ ഞാൻ ലാഭിച്ചു. എന്നിട്ട് അയാളുടെ അടുത്ത് പറഞ്ഞു ഞാൻ കാർബ്സ് കട്ട് ചെയ്ത ഡയറ്റാണെന്നൊക്കെ